ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാന പ്രതിപക്ഷ നേതാവും പൊതുവിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോടെല്ലാം യോജിക്കുകയാണ്. വയനാട്ടിലുണ്ടായ ദുരന്തം നമ്മുടെ നാടിനെ ആകെ പിടിച്ചുലച്ച ഒരു വലിയ സംഭവമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. 2024 ജൂലൈ 30 കിടന്നുറങ്ങിയ ആ നൂറുകണക്കായ മനുഷ്യർ അല്ലെങ്കിൽ ആ കുടുംബങ്ങൾ, ഇപ്പോൾ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന 1000-ൽ പരം വരുന്ന കുടുംബങ്ങളുടെ നാളെക്കുറിച്ചുള്ള പ്രതീക്ഷകളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ടാണ് ആ രാത്രിയിൽ അതൊരു കാളരാത്രിയായി മാറിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ സംഭവം ഉണ്ടായതിനെ തുടർന്ന് ഇവിടെ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അതിൽ വിവിധ വിഭാഗം സേനാ വിഭാഗങ്ങളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും വിവിധ ഏജൻസികളും എല്ലാം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചെല്ലാം ഇവിടെ പരാമർശിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല. നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനത്തിനാണ് വയനാട്ടിൽ നേതൃത്വം നൽകിയത്. സംഘടിതമായി നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നേരിട്ടുള്ള ഇടപെടലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭരണ പ്രതിപക്ഷ വ്യത്യാസം കൂടാതെ എല്ലാവരുടെയും കൂട്ടായ യത്നം അവിടെ ഉണ്ടായി എന്നതോടൊപ്പം തന്നെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന മന്ത്രിമാരുടെ കമ്മിറ്റികളും സബ് കമ്മിറ്റികളും അതിൻ്റെ പ്രവർത്തനങ്ങളും ദൈനംദിനമുണ്ടായ പരിശോധനകളും ഓരോ ഘട്ടത്തിലും വേണ്ടുന്ന ഇടപെടലുകളുമെല്ലാം നടത്താൻ ആവശ്യമായ സംവിധാനം അവിടെ ഉണ്ടായിരുന്നു എന്നത് തീർച്ചയായും സംഭവത്തിന് ശേഷമാണെങ്കിൽ പോലും ആ സംഭവം കുറേയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം ദുരന്തങ്ങൾ മുൻകൂട്ടി കാണാനും അതിനെ സംബന്ധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും ലഘൂകരിച്ചു കൊണ്ടുപോകാൻ അപകടകരമായ അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ്റെ നാശനഷ്ടങ്ങൾ പരമാവധി കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രീയമായി നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നമുക്കുണ്ടായേ മതിയാവും. സർ, ഇവിടെ ഈ ചൂരൽമലയിലും മുണ്ടക്കയും അട്ടമലയും പുഞ്ചിരിമറ്റം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ശ്മശാനമുഖമായ അന്തരീക്ഷമാണ് പിന്നീട് ഏറെക്കാലത്ത് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ ഒത്തുകൂടിയ ആളുകളെല്ലാം ഏതാണ്ട് ദീർഘമായ പരിശോധനയ്ക്ക് ശേഷം മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പോലും കണ്ടെത്തി അത് സംസ്കരിക്കുന്നതിന് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തി ആളുകൾ പിരിഞ്ഞു പോയപ്പോൾ ഇപ്പോൾ അവിടെ നിൽക്കുന്ന അവസ്ഥ വളരെയേറെ പ്രയാസകരമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ആ സാഹചര്യത്തിൽ അവിടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നതും അതിന് അടിയന്തര ഗൗരവത്തോടു കൂടിയുള്ള പ്രാധാന്യം സർക്കാർ നൽകുന്നുവെന്നതും പ്രത്യേകമായി നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട്. സർ, അവിടെ നിന്ന് മാറ്റപ്പെട്ടവർ പ്രത്യേകിച്ച് താൽക്കാലികമായി മറ്റിടങ്ങളിലേക്ക് മാറ്റിയുള്ള ആളുകളെയൊക്കെ തന്നെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി സംവിധാനമുണ്ടാവുകയും വീടുകൾ കണ്ടെത്തുകയും ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്തു എന്നത് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഇടപെടലായിട്ട് വേണം സർക്കാരിൻ്റെ പ്രവർത്തനത്തെ കാണാൻ. സർ, അതേസമയം നമ്മുടെ ഈ സംഭവത്തെ തുടർന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നേരിട്ട് സന്ദർശിക്കുകയും അദ്ദേഹം ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുകയും ചെയ്തു എന്നത് തീർച്ചയായും നല്ല കാര്യമായി കാണുന്നു. പക്ഷേ അതിൻ്റെ ഫലമായി അതിനാവശ്യമായ വിധത്തിലുള്ളൊരു പാക്കേജിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള അഭിപ്രായങ്ങളെ മാനിക്കാനോ അതിനനുസൃതമായ നടപടി സ്വീകരിക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് തീർച്ചയായും വലിയ പ്രയാസമുണ്ടാക്കുന്ന പ്രശ്നം തന്നെയാണ്. ഇനിയും പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തു നിൽക്കാം എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നുള്ളൂ. ഇവിടെ അനുവദിച്ചിട്ടുള്ള പണത്തിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് അനുവദിക്കപ്പെട്ട 145 കോടി രൂപയെക്കുറിച്ച് വലിയ വർത്തമാനങ്ങളൊക്കെ പറയുകയുണ്ടായി പലരും. പക്ഷേ അത് നമുക്കെല്ലാവർക്കും അറിയാം, സാധാരണഗതിയിൽ ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശമനുസരിച്ച് വർഷാവർഷം ഓരോ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട സഹായത്തിൻ്റെ ഭാഗമായി നമുക്ക് നൽകേണ്ട 292 കോടി രൂപയുടെ അതിൻ്റെ ആദ്യ ഗഡു നേരത്തെ ലഭിച്ച് രണ്ടാമത്തെ ഗഡു കൂടി അനുവദിക്കുന്നു എന്നതിനപ്പുറത്ത് പ്രത്യേകമായ സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നത് പ്രതിഷേധാർഹമായ കാര്യം കൂടിയാണ്. തീർച്ചയായും ഇവിടെ അതിനാവശ്യമായ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വലിയ ഒരുക്കങ്ങൾ നടത്തുന്ന, സ്ഥലങ്ങൾ കണ്ടെത്തുന്ന, ആവശ്യമായ ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ നടപടികളോടും തീർച്ചയായും അതിനു വേണ്ടുന്ന പിന്തുണ പ്രഖ്യാപിക്കുന്നതോടൊപ്പം അതിനാവശ്യമായ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ തന്നെ ഈ ഗൗരവമേറിയ പ്രശ്നത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നാളിതുവരെ തുടരുന്ന അവഗണനാ മനോഭാവത്തിൻ്റെ നിലപാടിൽ ശക്തിയായുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുകയും നമ്മുടെ സംസ്ഥാനത്തിന് ഇത് കൂടുതൽ
ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ മഹാദുരന്തത്തിൽ സർവനാശം വിതച്ച വയനാടിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലുണ്ടാക്കിയ ഈ സർവനാശം വരുത്തിയ മഹാദുരന്തത്തിൻ്റെ ഭാഗമായി മരണപ്പെട്ടു പോയവരുടെ അല്ലെങ്കിൽ പ്രയാസമനുഭവിക്കുന്നവരുടെ വേദനയിൽ പങ്കാളിയാവുന്നു. മരണപ്പെട്ടു പോയവരുടെ എല്ലാം നമ്മുടെ വിട്ടുപോയ സഹോദരങ്ങളുടെ പേരിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.